ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാലും കോൺഗ്രസിന് 100 സീറ്റ് തികയ്ക്കാൻ കഴിയില്ല. ഇന്ത്യ സഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുന്നു. മോദി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ കിട്ടിയ സീറ്റുകളുടെ എണ്ണം BJPക്ക് ഇത്തവണ ലഭിച്ചതിനേക്കാൾ കുറവാണെന്ന് മോദി. ഒരു പതിറ്റാണ്ട് കഴിഞ്ഞാലും കോൺഗ്രസിന് 100 സീറ്റ് തികയ്ക്കാൻ സാധിക്കില്ല. ഇന്ത്യ സഖ്യം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് വേഗം പൂർത്തിയാക്കി. NDA എന്നാൽ അധികാരത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടികളുടെ സംഘമല്ല, നേഷൻ ഫസ്റ്റ് എന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ സഖ്യമാണെന്ന് മോദി പറഞ്ഞു. അതേസമയം മോദിക്ക് ഒറ്റയ്ക്ക് 400 സീറ്റ് കിട്ടുമെന്നും കേവല ഭൂരിപക്ഷം BJPക്ക് അടക്കം 370 മുതൽ 400 വരെ സീറ്റ് ലഭിക്കുമെന്ന് നാട് മുഴുവൻ പാടി നടന്ന മോദി ഇപ്പോൾ NDA എന്ന് പറഞ്ഞു തുടങ്ങി. മോദി പ്രഭാവം, മോദി ഗ്യാരണ്ടിയെല്ലാം എത്ര പെട്ടെന്ന് മറന്നു. രാഹുൽ ഗാന്ധിയുടെ വയസ്സിൻ്റെ അത്ര പോലും സീറ്റ് തികയ്ക്കാനാകില്ല എന്ന് പറഞ്ഞ മോദിയാണ് പതിറ്റാണ്ട് കഴിഞ്ഞാലും 100 സീറ്റ് തികയ്ക്കില്ല എന്ന് പറഞ്ഞ് വാരണാസിയിൽ വിയർക്കുന്ന മോദിയാണ് ജനങ്ങൾ കണ്ടത്. അയോധ്യയിൽ നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും BJP കൂപ്പുകുത്തിയെന്ന് വേണം പറയാൻ. BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം പോലും വിളിക്കാൻ മോദി ഭയപ്പെടുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിക്കുന്നു. 4ാം വട്ടവും വരുമെന്നും മോദി. പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇന്ത്യ മുന്നണിയെ കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് മോദി. കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആരംഭിച്ച NDA പാർലമെന്ററി യോഗത്തിൽ നരേന്ദ്രമോദി നേതാവായി തെരഞ്ഞെടുത്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത്. നിതിൻ ഗഡ്കരി നിർദ്ദേശത്തെ പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് നടന്ന പ്രസംഗത്തിൽ മോദിയെ പ്രശംസിച്ച് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും ഘടകകക്ഷി നേതാക്കളും പ്രസംഗിച്ചു. സഖ്യ സർക്കാർ ഇന്ത്യ മുന്നണി ആത്മാവിൻ്റെ പ്രതികരണമാണെന്നും NDA പോലെ വിജയകരമായ മറ്റൊരു പ്രീപോൾ സഖ്യമില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗത്തിന് ശേഷം മോദിക്കും MP-മാരും രാഷ്ട്രപതി ഭവനിലെത്തി സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാകാൻ നേതൃത്വം നിർദ്ദേശിച്ചുവെന്നും സൂചന. നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയെന്നാണ് അറിയുന്നത്. മോദിക്കൊപ്പം ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അറിയുന്നു. മോദിയുടെ 3ാം സർക്കാർ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, ജയശങ്കർ, ചിരാഗ് പാസ്വാൻ, സുരേഷ് ഗോപി, നിതിൻ ഗഡ്കരി, ജിതിൻ റാം മാഞ്ചി എന്നിവർ പുതിയ മന്ത്രിസഭയിൽ അംഗങ്ങളാകും. കേരളത്തിൽ നിന്ന് UDF, LDFിൽ നിന്നും BJP ഒരുപാട് സഹിക്കേണ്ടി വന്നുവെന്നും വലിയ ക്രൂരതകളാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളതെന്നും കാശ്മീരിൽ പോലും ഇത്ര പോലും ദ്രോഹം ഉണ്ടായിട്ടില്ല എന്നും മോദി പറഞ്ഞു. അവിടെ നിന്നുള്ള ഒരാളെ ഇത്തവണ നമുക്ക് MP ആയി കേരളത്തിൽ നിന്ന് പറഞ്ഞുവിട്ടത് സൽഭരണത്തിൻ്റെ മാതൃകയായി NDA മാറുമെന്നും പാവപ്പെട്ടവരുടെ ക്ഷേമങ്ങൾക്കും ആയിരിക്കും ഭരണത്തിൻ്റെ അടിസ്ഥാനം. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള 7 സംസ്ഥാനങ്ങളിലും NDA ആണ് ഭരിക്കുന്നത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും വിജയം NDAക്ക് തന്നെയാണെന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായി കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളേക്കാൾ BJPക്ക് ഇത്തവണ കിട്ടി. രാഹുലിനും കോൺഗ്രസിനും 100 കടക്കാൻ കഴിഞ്ഞില്ലെന്നും വിജയിച്ചവരെ പരിഹസിക്കുകയാണ് അവർ എന്നും ഇന്ത്യ മുന്നണിക്കെതിരെ മോദി പറഞ്ഞു. അതേസമയം BJP യോഗം വിളിക്കാൻ ഭയപ്പെട്ടാണ് NDA പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാത്തതെന്നും ജയറാം രമേശ് പറഞ്ഞു. പാർട്ടിയുടെ യോഗം വിളിച്ചാൽ മോദിക്ക് ആത്മവിശ്വാസമില്ല, എതിർപ്പുകൾ ശക്തമാകുമെന്നും ഭയന്നാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാത്തതെന്നും 400 സീറ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന ചോദ്യവും യോഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന് 100 കടക്കാൻ കഴിയില്ല എന്നും മോദി കളിയാക്കിയതിനെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും ജയറാം രമേശ് പറഞ്ഞു. ഓഹരി വിപണി കുംഭകോണത്തിൽ അതേപ്പറ്റി ശക്തമായ അന്വേഷണം വേണമെന്ന് സംയുക്ത യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടും. മോദിക്കെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കാനാണ് തീരുമാനം എന്നാണ് അറിയുന്നത്.
ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസിനെ പരിഹരിക്കുന്ന മോദി BJPയുടെ ചരിത്രം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിച്ചു. CPMന്റെ ശക്തി ചോർന്നു. CPMന്റെ കോട്ടയിൽ BJP കടന്നു കയറി. കാസർഗോഡ്, ആറ്റിങ്ങൽ, പാലക്കാട് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച അന്വേഷിക്കാൻ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് കണ്ണൂർ, പിണറായിയുടെ പറക്കുന്നത്ത് ഉൾപ്പെടെ എങ്ങനെ വോട്ട് ചോർന്നു എന്നും കരുവന്നൂർ, ഒഞ്ചിയം തുടങ്ങിയ ഇടങ്ങളിൽ CPMന് വോട്ട് കുറഞ്ഞോ, വയനാട് പൂക്കോട്ട് സിദ്ധാർത്ഥന്റെ മരണവും തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായോ എന്നെല്ലാം CPM പരിശോധിക്കും. സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിൽ പാർട്ടിക്ക് ആശങ്ക ജനിപ്പിക്കുന്ന വിധത്തിൽ വോട്ട് കുറഞ്ഞതായും 96,000-ലേറെ വോട്ട് മറിഞ്ഞതായും കാണുന്നു. കൊല്ലത്ത് ഏകദേശം 57,000 വോട്ട് നഷ്ടപ്പെട്ടു. SNDPയുടെ പ്രവർത്തനം BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി. ഈഴവ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കൂടുതലായി ലഭിച്ചുവെന്നും കണ്ടെത്തുന്നു. SNDPയുടെ സംഘടനാ സംവിധാനത്തിൽ BJP കയറാൻ കഴിയുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് ചില മേഖലകളിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടായെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞ് മുൻപ് പാലക്കാട് ജയിച്ച വിജയരാമനെ ഇറക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. MP രാജേഷ് വീരേന്ദ്രകുമാറിനെ 1,05,000 വോട്ടിന് തോൽപ്പിച്ച സ്ഥലത്താണ് VK ശ്രീകണ്ഠൻ 73,000 വോട്ട് ലീഡ് നേടി ജയിച്ചതെന്നും പാർട്ടി കേന്ദ്രങ്ങളിലെല്ലാം BJP കയറി കളിച്ചുവെന്നാണ് പറയുന്നത്. പാലക്കാട് ഇടത് കോട്ടയാണെന്ന് പറയുന്നതും പാലക്കാട് ഏതു CPM നേതാക്കൾ വന്ന് മത്സരിച്ചാലും ജയിക്കുമെന്നും പറഞ്ഞ പാലക്കാട്ടിനെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് CPM പാർട്ടിക്കുള്ളിൽ ഭരണ വിരുദ്ധ വികാരം ഉണ്ടായി എന്ന് വേണം കരുതാൻ. കേരളം ഒട്ടുക്ക് CPMന്റെ കോട്ടകളെല്ലാം തകർന്ന കാഴ്ചയാണ് കാണുന്നത്. രക്ഷപ്പെട്ടത് ആലത്തൂർ മാത്രമാണ്. UDFന്റെ പ്രവർത്തനത്തിൽ പുറകോട്ട് പോയതാണ് ആലത്തൂർ തോൽവിക്ക് കാരണമെന്നും നേതൃത്വവും പുറകോട്ട് പോയി എന്ന് തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. പുരോഹിതർക്ക് ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും. ഗീവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി. യാക്കോബായ സഭാനിരണം ഭദ്രാസനത്തിൻ്റെ മുൻ അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് മെത്രാപ്പൊലീത്തയ്ക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി പിണറായി വിജയൻ. പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ സർക്കാരിനെതിരെ നടത്തിയ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2023-24 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ഉണ്ടായത്. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്ന് ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ടതെന്നുമാണ് പുരോഹിതൻ പറഞ്ഞതായി കേട്ടതെന്ന് പുരോഹിതന്മാർക്കിടയിലും ചിലപ്പോൾ ഇത്തരം വിവരദോഷികൾ ഉണ്ടാകും എന്നാണ് ആ വാചകത്തിലൂടെ വ്യക്തമാക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. പണ്ടും ഇതുപോലൊരു പ്രസ്താവന പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.